ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ ബാംഗ്ലൂരാണ്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു ഒഴിവാണ്, വേക്കൻസികളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വേക്കൻസി ഫോർ ഫില്ലിംഗ് അപ്പ് ബിലോ ഗ്രൂപ്പ് എ ആൻഡ് എസ് ആൻഡ് ടി ആൻഡ് നോൺ എസ് ആൻഡ് ടി, അതായത് സയൻസ് ആൻഡ് ടെക്നോളജിയും സയൻസ് ആൻഡ് ടെക്നോളജി അല്ലാത്ത വേക്കൻസികളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്, ഗ്രൂപ്പ് എ. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇത് പബ്ലിഷ് ചെയ്തത് 15/1/2000, ജനുവരി 15 ഇത് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തത്. ഇത് ഗ്രൂപ്പ് ഏതൊക്കെയാണ് വരുന്നത് എന്ന് വെച്ചാൽ മെമ്പർ ടെക്നിക്കൽ സപ്പോർട്ട് സ്റ്റാഫ് MTSS, ദെൻ ES5 എന്നാണ് പോസ്റ്റ് കോഡ് വരുന്നത്. അങ്ങനെ ഇത്രയും പോസ്റ്റുകളാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് അപേക്ഷ നൽകേണ്ട ലിങ്ക് ഉള്ളത്. അപ്ലൈ ചെയ്യാൻ ഇത് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്താം. ഇവിടെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, എംപ്ലോയ്മെൻറ്റ് നോട്ടീസ്, അത് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ നമ്മൾ പോവുകയാണ് നേരെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ്. ഇതിന് എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫസ്റ്റിന് അതിൻ്റെ ഒരു ഇൻട്രോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ടും രണ്ട് രീതിയിലാണ് അപേക്ഷ നടക്കുന്നത്. ഒന്ന് ബൈ ട്രാൻസ്ഫർ, അതായത് ട്രാൻസ്ഫർ ആയിട്ടും ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റുമാണ്. ഇനി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ 3 വർഷത്തേക്കാണ് അവർ അപ്പോയിൻമെൻറ്റ് ചെയ്യുക. ആ 3 വർഷം അവർ നമ്മുടെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കി അത് ഒന്നെങ്കിൽ നിലനിർത്തുകയോ അല്ലെങ്കിൽ നമ്മളെ പിരിച്ചുവിടുകയോ ചെയ്യുമെന്നാണ് പറയുന്നത്. ചിലപ്പം നമുക്ക് വീണ്ടും തുടരാമെന്നുള്ള കണ്ടീഷനിലായിരിക്കും. അപ്പം മിനിമം ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് 3 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ്. അത് ചിലപ്പോൾ വീണ്ടും ചിലപ്പം പെർമനൻ്റ് ആക്കാം അല്ലെങ്കിൽ പിരിച്ചുവിടാമെന്നുള്ള കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ പോസ്റ്റ് വൈസ് നോക്കാം. പോസ്റ്റ് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ES5 ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മെമ്പർ ടെക്നിക്കൽ സപ്പോർട്ട് സ്റ്റാഫാണ്. അതിൻ്റെ ഷോർട്ട് MTSS ES5 എന്നാണ് ഇതിൻ്റെ പോസ്റ്റ് കോഡ് വരുന്നത്. ദെൻ ഇതിൻ്റെ പേ ലെവൽ 6 ആണ്. ജസ്റ്റ് നിങ്ങൾ നോക്കാം റേഞ്ച്. ദെൻ ഇതിൻ്റെ ട്രാൻസ്ഫർ ആയിട്ടുള്ള അപേക്ഷിക്കുന്നവർക്കുള്ള ഏജ് ലിമിറ്റ് 56 വയസ്സും ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ 36 വയസ്സുമാണ്. അപ്പോൾ 36 വയസ്സാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ നമ്മൾ അപേക്ഷിക്കുമ്പോൾ. അതിന് ഗവൺമെൻറ്റിൻ്റെ റൂൾസ് പ്രകാരമുള്ള റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ നമ്പർ ഓഫ് പോസ്റ്റ് ആൻഡ് ലൊക്കേഷനിൽ നോക്കാം. 2 പോസ്റ്റാണ് ജനറൽ കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. ഒന്ന് ബാംഗ്ലൂരും ഒന്ന് തിരുവനന്തപുരമാണ് പോസ്റ്റ്. ദെൻ മോഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ട്രാൻസ്ഫർ ആയിട്ടും നടക്കാം, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിട്ടും ഇതിലേക്ക് നടക്കാം. ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് 3 വർഷത്തെ ഡിപ്ലോമയാണ്. ഒന്നെങ്കിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ, ഇതിൽ ഏതെങ്കിലും 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കുക, അത്ര മതി. ഇനി അതല്ല എങ്കിൽ നമുക്ക് ഡിഗ്രിയാണ്, ഇലക്ട്രോണിക്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലോ ITയിലോ അല്ലെങ്കിൽ ഈ ഒരു ഡിപ്ലോമ IT ഓർ ഈ ഒരു A ലെവൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അപേക്ഷ നൽകാം. 2 ഇയർ എക്സ്പീരിയൻസ് ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 2 ഇയർ എക്സ്പീരിയൻസും ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഇനി ട്രാൻസ്ഫറിൻ്റെത് ഇവിടെ ഉണ്ട്, അത് ജസ്റ്റ് നിങ്ങൾ നോക്കാം. പിന്നെ പോസ്റ്റ് കോഡ് വരുന്നത് ES4 ആണ്. നെയിം ഓഫ് ദ പോസ്റ്റ് വരുന്നത് മെമ്പർ ടെക്നിക്കൽ സപ്പോർട്ട് സ്റ്റാഫ് MTSS ES4 ആണ്. ഇതിൻ്റെ നെയിം ഓഫ് ദ പോസ്റ്റ് വരുന്നത്. പേ ലെവൽ 5 ആണ് വരുന്നത്. ഇതിന് ഏജ് ലിമിറ്റ് ബൈ ട്രാൻസ്ഫർ ആണെങ്കിൽ 56 ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണെങ്കിൽ 34 വയസ്സാണ് കണക്കാക്കുന്നത്. ഇത് നമ്പർ ഓഫ് പോസ്റ്റ് അല്ലെങ്കിൽ ലൊക്കേഷൻ വരുന്നത് ഒരു പോസ്റ്റാണ്, അത് STക്കാണ്, റിസർവ്ഡ് ആണ്. ഹൈദരാബാദാണ് പോസ്റ്റ് വരുന്നത്. ദെൻ STയിൽ തന്നെ അത് പോസ്റ്റ് ഈസ് റിസർവ്ഡ് ഫോർ PH അതായത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഹിയറിംഗ് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. ദെൻ മോഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട് 3 വർഷത്തെ ഡിപ്ലോമ തന്നെ, മുകളിൽ പറഞ്ഞ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് പോസ്റ്റിനും ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. ഇനി അടുത്ത പോസ്റ്റാണ് A5 ആണ് പോസ്റ്റ് കോഡ്. അക്കൗണ്ട്സ് ഓഫീസറാണ്, A5 ആണ് പോസ്റ്റ് കോഡ് വരുന്നത്. പേ ലെവൽ എത്ര വരുന്നത് വെച്ചാൽ 7 ആണ്. ദെൻ ട്രാൻസ്ഫർ ആയിട്ടുള്ളവർക്ക് 56 വയസ്സാണ്. ട്രാൻസ്ഫർ ആയിട്ട് അപേക്ഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റിൽ വരുന്നത് 56 വയസ്സാണ് ഏജ് ലിമിറ്റ്. ദെൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ 40 വയസ്സാണ് ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്. ഒരു പോസ്റ്റാണുള്ളത്, അത് ജനറൽ കാറ്റഗറിയാണ്, ഹൈദരാബാദിലാണ് പോസ്റ്റ് ഉള്ളത്. ദെൻ ട്രാൻസ്ഫർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് 2 രീതിയിലും പോസ്റ്റിംഗ് നടക്കുന്നുണ്ട്, മോഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. ദെൻ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ആണ് ഇത് പറയുന്നത്. കൊമേഴ്സിലുള്ള ഗ്രാജുവേഷനാണ്. അതോടൊപ്പം തന്നെ 6 വർഷത്തെ പ്രവൃത്തി പരിചയം. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ ഫൈനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ട്സ്, ഇതിൽ 6 വർഷത്തെ പ്രവൃത്തി പരിചയം അവിടെ ചോദിക്കുന്നുണ്ട്. ഇനി അതല്ല നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് കൊമേഴ്സിൽ നമുക്ക് PG ഉണ്ടെങ്കിൽ നമുക്ക് 4 ഇയേഴ്സ് എക്സ്പീരിയൻസ് മതി ഈ കൊമേഴ്സ്, ഫൈനാൻസ്, അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഫീൽഡിൽ. ദെൻ ഇനി അതല്ലെങ്കിൽ MBA പറയുന്നുണ്ട്. MBA വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫൈനാൻസ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ
or university, followed by BCom with 1 year experience in the field of commerce, finance, accounts. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപേക്ഷിക്കാം. 3 രീതിയിൽ ഇവിടെ പറയുന്നുണ്ട്. ഇനി അടുത്ത പോസ്റ്റാണ് A4 ആണ്. ദ നെയിം ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റൻറ്റ് A4 ആണ്. ലെവൽ 6 ആണ്. ഇതിൻ്റെ ട്രാൻസ്ഫറിൻ്റെ ഏജ് എന്ന് പറയുന്നത് 56 ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് 36 വയസ്സാണ്. 3 പോസ്റ്റ് ആദ്യം പറയുന്നുണ്ട്. അതിൽ ഒന്ന് ജനറൽ ആണ്, ഒന്ന് ST, ഒന്ന് EWS ആണ്. ബാംഗ്ലൂരാണ് അപ്പോയിൻമെൻറ്റ്. ദെൻ ഔട്ട് ഓഫ് ദീസ് 2 പോസ്റ്റ് അതിൽ 2 പോസ്റ്റിൽ ഒരു പോസ്റ്റ് എന്താണ് PHHL റിസർവ്ഡ് ആണ്. ദെൻ അടുത്തത് 2 ഒഴിവുള്ളതിൽ ഒന്ന് EWSഉം ഒന്ന് OBCയുമാണ്. അതും ഹൈദരാബാദിലാണ് അതിൻ്റെ വേക്കൻസി ഉള്ളത്. ഒരു പോസ്റ്റ് എന്താണ് PHOHനാണ് റിസർവ്ഡ് ആയിട്ടുള്ളത്. ദെൻ മോഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ട്രാൻസ്ഫർ ആയിട്ടും ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിട്ടും നടക്കുന്നുണ്ട്. ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രിയോ അതോടൊപ്പം തന്നെ 4 years എക്സ്പീരിയൻസും വേണം. അതായത് പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈനാൻസ് ആയിട്ടുള്ള വിജിലൻസ് ആയിട്ടുള്ള ആ ഒരു ഫീൽഡിലേക്ക് എന്താണ് എക്സ്പീരിയൻസ് 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതിനതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ PG മതി. അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ഇപ്പം മുൻപ് പറഞ്ഞിട്ടുള്ള പേഴ്സണൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഫൈനാൻസ് വിജിലൻസ് എന്ന് പറയുന്ന ഈ ഫീൽഡിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ PG ഉള്ളവർക്ക് ഇത് അപേക്ഷ നൽകാം. ഇനി ഡിഗ്രി ആണെങ്കിൽ അത് 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് മാത്രം. ഇനി അടുത്ത പോസ്റ്റാണ് പോസ്റ്റ് കോഡ് A3. നെയിം ഓഫ് ദ പോസ്റ്റ് വരുന്നത് അസിസ്റ്റൻറ്റ് A3 ആണ്. ഇത് ലെവൽ 5 ആണ്. ഇതിൻ്റെ ട്രാൻസ്ഫർ ആയിട്ടുള്ളവർക്ക് 56 വയസ്സും എന്നാൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ഉള്ളവർക്ക് 34 വയസ്സുമാണ് ഏജ്. ദെൻ നമ്പർ ഓഫ് പോസ്റ്റ് വരുന്നത് ഒരു പോസ്റ്റാണ്. ലൊക്കേഷൻ ഹൈദരാബാദാണ്. VHന് റിസർവ്ഡ് ആണ് എന്ന് പറയുന്നുണ്ട്. ട്രാൻസ്ഫർ ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രിയാണ് അല്ലെങ്കിൽ അതിന് തുല്യത. അതുപോലെ തന്നെ 2 years പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അതുപോലെ പേഴ്സണൽ അല്ലെങ്കിൽ ഈ അഡ്മിനിസ്ട്രേഷൻ ഫൈനാൻസ് വിജിലൻസ് ഇതിലൊക്കെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇനി അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഏതെങ്കിലും വിഷയത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ 1 year എക്സ്പീരിയൻസ് ആണ് ഈ ഒരു മേഖലയിൽ. ഇനി അടുത്ത പോസ്റ്റാണ് പോസ്റ്റ് കോഡ് A2 ആണ്. അസിസ്റ്റൻറ്റ് A2 ആണ് പോസ്റ്റ് വരുന്നത്. പോസ്റ്റ് നെയിം വരുന്നത് അപ്പോയിൻമെൻറ്റ് അതായത് ബൈ ട്രാൻസ്ഫർ ആണെങ്കിൽ 56 വയസ്സ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണെങ്കിൽ 32 വയസ്സാണ്. ഇതിൽ 3 പോസ്റ്റ് വരുന്നതിൽ ബാംഗ്ലൂരിലേക്കുള്ള 3 പോസ്റ്റ് വരുന്നതിൽ ഒന്ന് SC 2 OBCക്കാണ് വരുന്നത്. 3 പോസ്റ്റും എന്താണ് റിസർവ്ഡ് ആണ്. ആർക്കൊക്കെ എന്ന് വെച്ചാൽ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റുള്ള ആളുകൾക്ക്, അതായത് VH, HH, ഓട്ടിസം അങ്ങനെ 3 പോസ്റ്റും റിസർവ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഇതിൽ വരുന്ന ഒരു പോസ്റ്റ് ഒഴിവുണ്ട്. അത് തിരുവനന്തപുരത്തേക്കാണ്. അത് ജനറൽ കാറ്റഗറിക്കാണ് ആ ഒഴിവ് വരുന്നത്. പക്ഷേങ്കിലും അവിടെ എന്താണ് VHന് റിസർവ്ഡ് ആണ് എന്ന് പറയുന്നുണ്ട്. ഇതിന് മൂന്നാമത്തേത് വരുന്നത് ഒരു ജനറൽ പോസ്റ്റ് വരുന്നുണ്ട്, ഒരു SC വരുന്നുണ്ട്, ഒരു EWS വരുന്നുണ്ട്. ഹൈദരാബാദിലേക്കാണ്. ഇതിൽ 2 പോസ്റ്റ് എന്താണ് റിസർവ്ഡ് ആണ്. ഒന്ന് OHും ഒന്ന് ഓട്ടിസത്തിനും. ദെൻ ഇതിൻ്റെ മോഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ട്രാൻസ്ഫറും ഡയറക്റ്റും വരുന്നുണ്ട്. ദെൻ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി മതി, അത്ര മതി. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഇതിൽ ജനറൽ എന്നുള്ളതിൽ വേണമെങ്കിൽ അപേക്ഷ നൽകാം. ഇല്ലെങ്കിൽ ഈ കാറ്റഗറി ഉള്ളവർക്ക് തീർച്ചയായിട്ടും അപേക്ഷ നൽകാം. ഇനി അടുത്തത് വരുന്നത് പോസ്റ്റ് കോഡ് S1 ആണ്. മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ് പോസ്റ്റ് നെയിം വരുന്നത്. ലെവൽ 1 ആണ് സ്കെയില്. ദെൻ അപ്പോയിൻമെൻറ്റ് അതായത് ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ ട്രാൻസ്ഫർ ഉള്ളവർക്കില്ല. ബൈ ട്രാൻസ്ഫർ ആയിട്ട് അപ്പോയിൻമെൻറ്റ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നില്ല. ഇവിടെ ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് മാത്രമേ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ബേസിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. 30 വയസ്സാണ് ഏജ് കണക്കാക്കുന്നത്. ഒരു പോസ്റ്റാണുള്ളത് ജനറൽ കാറ്റഗറി. അത് ഹൈദരാബാദിലേക്കാണ്. അത് ചിലപ്പോൾ എന്തായിരിക്കാം റിസർവ്ഡ് ആയിരിക്കാം ഈ ഒരു HH എന്ന വിഭാഗത്തിന്. പക്ഷേ ഡയറക്റ്റ് ജനറൽ കാറ്റഗറിയിലുള്ളവർക്കും അത് അപേക്ഷ നൽകാവുന്നതാണ്. ഇവരെ ഇല്ലെങ്കിൽ നമുക്കായിരിക്കും അത് ആ പോസ്റ്റ് ലഭിക്കാൻ സാധ്യത. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് മോഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്, അല്ലെങ്കിൽ അതിന് തുല്യത മതി. പിന്നെ ഇതിലേതെങ്കിലും ഒരു ഒന്നോ അതിലധികമോ സ്കില്ലുകൾ വേണം. താഴെ തന്നിരിക്കുന്ന ഒന്നെങ്കിൽ DTPയിലുള്ള സ്കില്ല്, അല്ലെങ്കിൽ എന്നാൽ കമ്പ്യൂട്ടർ ടൈപ്പിങ്ങിലുള്ള സ്കില്ല്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഫോട്ടോ കോപ്പിയറിൽ, അല്ലെങ്കിൽ ഫാക്സ് മെഷീനിൽ, അല്ലെങ്കിൽ ടീ കോഫി മേക്കറിൽ എറ്റ്സെട്ര ഇങ്ങനെയുള്ള ഏതെങ്കിലും ഇതിലൊക്കെ പ്രത്യേക സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാവുന്നത് എങ്ങനെ അപേക്ഷ നൽകണം എന്നാണ്. തീർച്ചയായിട്ടും ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. ഓൺലൈൻ മോഡിലൂടെ മാത്രമാണ് അപേക്ഷ നൽകേണ്ടത്.
പക്ഷേങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷ നൽകിയാൽ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് അതിന് ആവശ്യമായിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് പോസ്റ്റലായിട്ടും അയക്കണം. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ നൽകേണ്ട വെബ്സൈറ്റ് ഇതിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. അത് നമ്മൾ അവസാനം ജസ്റ്റ് ഒന്ന് ആ വെബ്സൈറ്റ് ഒന്ന് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടതെന്ന് കാണിച്ചു തരാം. അതോടൊപ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റിൽ എന്താണ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അതോടൊപ്പം നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്ന പ്രിൻ്റ് ഔട്ടും നമ്മുടെ ചലാനും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ അയക്കേണ്ടത്. ഈ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ പോസ്റ്റലായിട്ട് അയക്കേണ്ടതുണ്ട്. അതിൻ്റെ ഡേറ്റും കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ദെൻ അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ഇതിന് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്കൊക്കെ 300 രൂപയാണ് വരുന്നത്. 300 രൂപ അപേക്ഷാ ഫീസായിട്ട് വരുന്നുണ്ട്. പിന്നെ ദെൻ അപേക്ഷ നമ്മൾ ഫീസായിട്ട് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ DD ആയിട്ട് നമുക്ക് ഫീസ് അടയ്ക്കാം. ഓക്കെ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റൽ ഓർഡറൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫീസ് അടയ്ക്കാം. ഇനി അതല്ല നമ്മൾക്ക് എന്താണ് NEFT അല്ലെങ്കിൽ RTGS വഴി നമുക്ക് എന്ത് ചെയ്യാം, ഫീസ് അടയ്ക്കാം. അങ്ങനെ NEFT അല്ലെങ്കിൽ RTGS വഴി ഫീസ് അടയ്ക്കുമ്പോൾ അവർക്ക് അവരുടെ ബാങ്ക് നെയിമും ബെനിഫിഷ്യറി നെയിമും ഇവിടെ കൊടുത്തിട്ടുണ്ട്, IFSC കോഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് തെറ്റാതെ ചെയ്യണം. ദെൻ അതല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ മൊബൈൽ ബാങ്കിങ്, അതായത് UPI അതുപോലെ BHIM തുടങ്ങിയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫീസ് അടയ്ക്കാം. അതുപോലെ ഇവിടെ UPI ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അത് നമ്മുടെ ഗൂഗിൾ പേയിലൊക്കെ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീസ് അടയ്ക്കാം. ഇനി അവരുടെ QR കോഡ് വെച്ചിട്ടും ഫീസ് അടയ്ക്കാമെന്ന് പറയുന്നുണ്ട്. അത് അവരുടെ വെബ്സൈറ്റിൽ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏത് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഫീസ് അടയ്ക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് റിട്ടൺ എക്സാമിനേഷനും എന്താ പറയുക, ഇപ്പം മൾട്ടി ടാസ്കിങ് സ്റ്റാഫിനൊക്കെ ആണെങ്കിൽ MCQ പോലെയുള്ള ടെസ്റ്റുകളൊക്കെയാണ് നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കുറച്ച് സിലബസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മൾ കുറച്ച് ഡേറ്റുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 15/1/2022. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 13/2, അതായത് ഫെബ്രുവരി 13-ാം തീയതിയാണ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഇത് നമ്മൾ അപേക്ഷിച്ചിട്ടുള്ള നമ്മുടെ ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും അതിൻ്റെ നമ്മളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ കോപ്പീസൊക്കെ വെച്ച് അയച്ച് പോസ്റ്റലായിട്ട് അയക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 28/2/2022 അപ്പോൾ അവിടെ എത്തേണ്ടത് 28/2/2020, അതായത് ഫെബ്രുവരി 28-ൻ്റെ ഉള്ളിൽ അവിടെ എത്തണം. ഇനി എന്താ പറയുക, റൂറൽ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അത് മാർച്ച് 10-ാം തീയതി വരെ 10-ാം തീയതിൻ്റെ ഉള്ളിൽ പോസ്റ്റലായിട്ട് അവിടെ എത്തിയാൽ മതി എന്നുള്ളൊരു പരിഗണനയുണ്ട്. അപ്പോൾ റൂറലായിട്ട് ഇത്രയും ആസാം, മേഘാലയ ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലുള്ളവർക്ക് ആ രീതിയിൽ 10-ാം തീയതിൻ്റെ ഉള്ളിൽ അവിടെ എത്തിയാൽ മതി എന്ന് പറയുന്നുണ്ട് പ്രത്യേകം. പിന്നെ നമ്മൾ ജനറൽ കണ്ടീഷൻസ്, കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് സിലബസും കാര്യങ്ങളും, അതായത് എങ്ങനെയൊക്കെയാണ് ആ ഒരു സ്കീം ഓഫ് എക്സാമിനേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ പോസ്റ്റ് വൈസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ നോക്കുക. 150 മാർക്കിനാണ് ഇപ്പോൾ മെമ്പർ, ടെക്നിക്കൽ സപ്പോർട്ട് സ്റ്റാഫിനൊക്കെ ആണെങ്കിൽ റിട്ടൺ എക്സാമിനേഷൻ്റെ ജനറൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ജനറൽ അവയർനെസ് 20 മാർക്ക്, അങ്ങനെ ഓരോന്നിനും ഓരോ വെയിറ്റേജ് ഒക്കെ കാണിക്കുന്ന ഇത് കൊടുത്തിട്ടുണ്ട്. 2.5 മണിക്കൂറാണ് എക്സാം. അപ്പോൾ ഓരോ പോസ്റ്റിൻ്റെയും പോസ്റ്റ് വൈസ് കോളംസ് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സിലബസ്, റിട്ടൺ എക്സാമിനേഷൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ദെൻ നമ്മുടെ MTSന് വരുന്നത്, അതായത് മൾട്ടി ടാസ്കിങ് സ്റ്റാഫിന് വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. മറ്റേതിനൊക്കെ റിട്ടൺ എക്സാമിനേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ അപേക്ഷ നൽകേണ്ടത് എന്നുള്ളതാണ് ജസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൺലൈനായിട്ട് ആ ലിങ്കിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഹൗ ടു അപ്ലൈ എന്നുള്ള ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ ജസ്റ്റ് ഒരു ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഹോം പേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഹോം പേജിൽ ഇവിടെ നമുക്ക് കാണാം ഒരു ബട്ടൺ കാണാം, 3 ലൈനായിട്ട്. ഈ ബട്ടണിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാരിയർസ് എന്ന് കാണാം. ഓക്കെ, ഈ ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പേജിലേക്കാണ്. ഇവിടെ വേക്കൻസി നിങ്ങൾക്ക് കാണാം. ഇത്രയും വേക്കൻസിയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ലിങ്കായിട്ട് നിങ്ങൾക്ക് കാണാം, അപ്ലൈ നൗ എന്ന് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യാം, അപ്ലൈ നൗ. അപ്പോൾ യെസ് കൊടുക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം പുതിയൊരു പേജ് ഓപ്പണായി. അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, ഏത് പോസ്റ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, A5, A4, ഇതിൽ ഏതാണെന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എന്താണ് MTSനാണെങ്കിൽ S1 എന്നാണ് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളിവിടെ സബ്മിറ്റ് കൊടുക്കാൻ വേണ്ടത്. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മളിത് സബ്മിറ്റ് ചെയ്താൽ നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പറൊക്കെ കിട്ടും. അത് വെച്ച് നമ്മൾ പിന്നെ ലോഗിൻ ചെയ്യണം. അതാണ് ഇവിടെ ലോഗിൻ എന്ന് ബട്ടൺ കാണിക്കുന്നത്.
ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്ന് കാണിക്കുന്നത്. ദെൻ ഫില്ലിംഗ് അപ്പ് ഓൺലൈൻ ഷവിൻ്റെ 2 പാർട്സ് ആയിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. ഒന്ന് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുക, രജിസ്ട്രേഷൻ പാർട്ട് 1 എന്നിവിടെ പറയുന്നുണ്ട്. പിന്നെ രജിസ്ട്രേഷൻ പാർട്ട് 2 ആണ്. 1 എന്ന് പറയുന്നത് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ദെൻ പാർട്ട് 2, രജിസ്ട്രേഷൻ പാർട്ട് 2 എന്ന് പറയുന്നത് ആഫ്റ്റർ ഗെറ്റിംഗ് രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയതിന് ശേഷമുള്ള ഒരു സ്റ്റെപ്പാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആവശ്യമായിട്ടുള്ള ഡാറ്റാസും അതുപോലെ നമ്മളെന്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ പാർട്ട് 1 പാർട്ട് 2 നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ട് 1 ഓട്ടോമാറ്റിക്കായി അത് ക്യാൻസലായി പോകും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഫില്ല് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമ്മൾ പാർട്ട് ടു നമ്മൾ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ നിർബന്ധമായിട്ടും ആവശ്യമായിട്ടുള്ള രേഖകൾ 500 KB ആണ് ഓരോന്നിൻ്റെയും പറയുന്നത്. ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണം. അതുപോലെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 500 KB. അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, 200 KB കൂടാൻ പാടില്ല. അതുപോലെ തന്നെ DD, അതുപോലെ ഓൺലൈൻ ട്രാൻസ്ഫർ റെസിപ്റ്റ്, ഇതൊക്കെ നമ്മൾ എന്താണ് കോപ്പി നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ പാർട്ട് 2ലേക്ക് പോവാം. പിന്നെ നമ്മൾ ആഫ്റ്റർ എല്ലാം പ്രിൻ്റൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കണം. മുൻപ് പറഞ്ഞു നമ്മുടെ നോട്ടിഫിക്കേഷനിൽ. ഇത്രയും കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് എന്താണ് ഈ ഹെൽപ്പ് ഫയൽ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷിക്കാം, ഓൺലൈൻ എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിന് മുന്നേ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ ഇങ്ങനെ ജസ്റ്റ് നമ്മളത് ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ടുള്ള രജിസ്ട്രേഷൻ പാർട്ട് 1 ഇവിടെ വന്ന് ഇതിൽ ഒരുപാട് കോളംസ് നിങ്ങൾ കാണാം. ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുക. എന്നിട്ട് സേവ് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷമാണ് പാർട്ട് 2ലേക്ക് നമ്മൾ പോകേണ്ടത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകുമ്പം വളരെ ഉപകാരപ്രദമാകുന്നൊരു ഹെൽപ്പ് ഫയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് നമ്മൾ ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. റിക്വയർമെൻറ്റ് വെബ് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഹൗ ടു അപ്ലൈ എന്നുള്ളതിന് ഓരോ സ്റ്റേജായിട്ട് അതിൻ്റെ ഓരോ വിൻഡോസും എടുത്തിട്ട് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടതെന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ ഓരോരോ ഏരിയകളും കാണാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു വിൻഡോ ആണ് കാണുന്നത്. അപ്പം ഓരോ ഘട്ടങ്ങൾ ഇതിൽ വ്യക്തമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. അപ്പോൾ ഈ വീഡിയോയുടെ എല്ലാ ലിങ്കുകളും ആവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഓൺലൈൻ അപേക്ഷ നൽകേണ്ട നോട്ടിഫിക്കേഷൻ്റെയും അതുപോലെ നമ്മുടെ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പ് ലിങ്കും ഒക്കെ നമ്മൾ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വന്നാൽ നമ്മൾ അഥവാ ഇനി യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും അതിലേക്ക് അപ്ഡേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൊന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ദെൻ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഈ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ താങ്ക് യു.